ഉച്ചയ്ക്ക് 12:15 ജനറൽ ആശുപത്രിക്ക് സമീപം എതിർദിശയിൽ നിന്ന് വന്ന സ്വകാര്യ വാഹനം ഫുട്പാത്തിലേക്ക്, ഓട്ടോ സ്റ്റാൻഡിന്റെ സമീപത്തേക്ക് ഫുട്പാത്തിലേക്ക് അമിത വേഗത്തിൽ ഇടിച്ചു കയറിയത്. ഇതുകൂടി നടന്നു വരികയായിരുന്ന രണ്ട് കാൽനട യാത്രക്കാർ, അതോടൊപ്പം സമീപത്തുണ്ടായിരുന്ന രണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവർമാരായ ഷാഫി, സുരേന്ദ്രൻ തുടങ്ങിയവർ സമീപത്തെ സുഹൃത്തുക്കളുമായി വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതേസമയം കാൽനട യാത്രക്കാരിൽ ഒരു യുവതിയും മറ്റൊരു വഴിയാത്രക്കാരനുമുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് നടന്ന് ജനറൽ ആശുപത്രിക്ക് സമീപത്തേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഈ വാഹനം ഈ 4 പേരെയും ഇടിച്ച് തെറിപ്പിച്ചത്. സമീപത്തായി രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ്. വാഹനം ഓടിച്ചിരുന്നത് വട്ടിയൂർക്കാവ് സ്വദേശിയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഈ വാഹനം ഇയാൾക്കൊപ്പം ഒരു കുഞ്ഞും ഉണ്ടായിരുന്നുവെന്നാണ് കന്റോൺമെന്റ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാൾ മദ്യപിച്ചിരുന്നതായോ മറ്റെന്തെങ്കിലും അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നതായോ പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഒന്നുകിൽ ഈ ഗിയർ മാറി ചവിട്ടിയതാകാം ഇങ്ങനെയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പോലീസ് വിശദമായി ഇയാളുന്ന കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. കന്റോൺമെന്റ് പോലീസ് ഇയാളെ ഉടൻ തന്നെ, അപകടമുണ്ടായ ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് പോലീസ് വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില, ഈ യുവതിയുടെ നില അല്പം ഗുരുതരമാണ്. അവരുൾപ്പെടെ 4 പേരെയും പ്രാഥമികമായ ചികിത്സ ജനറൽ ആശുപത്രിയിൽ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ അവർക്ക് വിദഗ്ധമായ ചികിത്സ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനം എവിടേക്ക് പോയതാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും നാടിനെ നടുക്കുന്ന ഒരു അപകടമാണ് ഈ ജനറൽ ആശുപത്രിക്ക് സമീപം ഉണ്ടായിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി വാഹന ഗതാഗതം അടക്കം, അതായത് ഈ സംഭവ സമയത്ത് വലിയ ഗതാഗത കുരുക്ക് ഈ സമീപത്തുണ്ടായി. തുടർന്ന് പോലീസ് എത്തിയാണ് വാഹനം ഇവിടെ നിന്ന് മാറ്റി ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.